സദാ സത്സ്വരൂപം ചിദാനന്ദകന്ദം ജഗത്സംഭവസ്ഥാനസംഹാരഹേതും സ്വഭക്തേച്ഛയാ മാനുഷം ദർശയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അധ്യായം 26. മുഖവുര. ലോകത്തിൽ കാണുന്ന സമസ്ത വസ്തുക്കളും മായാവിലാസമാണ്. അവ മിഥ്യയാണ്. പരബ്രഹ്മം മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത്. കയറിനെയോ മാലയെയോ ഇരുട്ടിനാൽ പാമ്പെന്ന് ധരിക്കുന്നത് പോലെ നാം പുറംപൂച്ചു മാത്രം വിശ്വസിച്ച് ആന്തരാർത്ഥത്തെ മനസ്സിലാക്കാതെ പോകുന്നു. സദ്ഗുരുവിന് മാത്രമേ പുറംപൂച്ചല്ല യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കി തരുവാൻ കഴിയൂ. അതുകൊണ്ട് സദ്ഗുരുവിനോട് യഥാർത്ഥ കാഴ്ചയായ ദൈവസാക്ഷാത്കാരം തരുവാനായി അപേക്ഷിക്കുക. ആന്തരിക ആരാധന. ഹേമന്ത് പാന്ത് ഒരു പുതിയ തരം ആരാധന പറഞ്ഞു തരുന്നുണ്ട്. കണ്ണീരിനെ ചൂടുവെള്ളത്തിൻ്റെ സ്ഥാനത്ത് സദ്ഗുരുപാദങ്ങളെ കഴുകാനുള്ള ജലമായി എടുക്കുക. ബാബയുടെ ശരീരം യഥാർത്ഥ പ്രേമമാകുന്ന ചന്ദനത്താൽ പൂശുക. യഥാർത്ഥ വിശ്വാസമാകുന്ന വസ്ത്രത്താൽ അദ്ദേഹത്തിൻ്റെ ശരീരം ആവരണം ചെയ്യുക. നമ്മുടെ 8 സാത്വിക വികാരങ്ങളായ 8 താമരപ്പൂക്കളെ കൊണ്ട് അർച്ചിക്കുക. ബാബയുടെ തലയിൽ ഭക്തിയാകുന്ന ചൂർണം തിരുമ്മുക. ഭക്തിയാകുന്ന അരപ്പട്ട ചുറ്റിച്ച് പാദത്തിൽ ശിരസ് വയ്ക്കുക. ഇങ്ങനെ സദ്ഗുരുവിനെ അലങ്കരിച്ച് നമ്മുടെ എല്ലാറ്റിനെയും നേർച്ച ചെയ്ത് ഭക്തിയാകുന്ന ചാമരം വീശി ചൂടകറ്റുക. അങ്ങനെ ആനന്ദകരമായ ആരാധനയ്ക്ക് ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുക: മനസ്സിനെ എന്നിലേക്ക് തന്നെ നയിച്ചാലും, സത്യവും മിഥ്യയും തിരിച്ചറിയാനുള്ള കെൽപ്പ് തന്നാലും, ലൗകികത്തിൽ നിസ്സംഗത്വം തന്ന് ആത്മജ്ഞാനത്തിലേക്ക് എന്നെ നയിച്ചാലും, ശരീരവും ആത്മാവും അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ ദൃഷ്ടി അവിടുത്തെ ദൃഷ്ടിയാക്കി മാറ്റുക. അതുകൊണ്ട് ഞങ്ങൾ വേദനയും സന്തോഷവും അറിയാതിരിക്കട്ടെ. അവിടുന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ ശരീരവും മനസ്സും നിയന്ത്രിച്ചാലും അവിടുത്തെ പാദങ്ങളിൽ ഞങ്ങളുടെ മനസ്സ് ശാന്തി തരട്ടെ. ഇനി ഈ അധ്യായത്തിലെ കഥകളിലേക്ക് കടക്കാം. ഭക്തപാന്ത്. മറ്റൊരു സദ്ഗുരുവിൻ്റെ ശിഷ്യനായ ഭക്തപാന്ത് ഒരിക്കൽ ഷിർദി സന്ദർശിച്ചു. അയാൾക്ക് ഷിർദിക്ക് വരാൻ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ മനുഷ്യൻ ഒരു തരത്തിൽ ആശിക്കുന്നു, ദൈവം മറ്റൊന്ന് വരുത്തുന്നു. അയാൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഷിർദിക്ക് പോകുന്ന പല ബന്ധുക്കളെയും സ്നേഹിതന്മാരെയും കാണാനിടയായി. അവർ കൂടെ വരാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ബോംബെയിലും പാന്ത് വിറാറിലും ഇറങ്ങി. എന്നിട്ട് അയാളുടെ സദ്ഗുരുവിൻ്റെ അനുവാദം വാങ്ങി ആ സംഘത്തോടുകൂടി ഷിർദിക്ക് പുറപ്പെട്ടു. അവർ ഷിർദിയിലെത്തി. രാവിലെ 11 മണിക്ക് മസ്ജിദിലേക്ക് പോയി. അവിടെ കൂടിയ ഭക്തന്മാരുടെ തിരക്ക് കണ്ട് എല്ലാവരും സന്തുഷ്ടരായിരിക്കെ പാന്ത് അപസ്മാരമിളകി ബോധം കെട്ട് വീണു. അവരെല്ലാം ഭയന്ന് അയാളെ ബോധം വരുത്താനായി പലതും ശ്രമിച്ചു നോക്കി. ബാബയുടെ അനുഗ്രഹത്താൽ തലയിൽ കുറെ വെള്ളമൊഴിച്ചപ്പോൾ ഉറക്കമുണർന്ന പോലെ അയാൾ എഴുന്നേറ്റിരുന്നു. അയാൾ മറ്റൊരു ഗുരുവിൻ്റെ ശിഷ്യനാണെന്നറിഞ്ഞ് ബാബ അയാൾക്ക് ഗുരുഭക്തി ഉറപ്പിച്ചു കൊടുക്കാൻ ഇങ്ങനെ പറഞ്ഞു: എന്തു വന്നാലും നീ നിന്റെ ആലംബം, അതായത് ഗുരുവെ വിടാതെ കുടികൊള്ളൂ. എപ്പോഴും തയ്യാറായി ഗുരുവിനോട് ഐക്യം പ്രാപിക്കുവാൻ ശ്രമിച്ചാലും. പാന്തിനതിൻ്റെ അർത്ഥം മനസ്സിലാവുകയും സദ്ഗുരുവെ സ്മരിക്കുകയും ചെയ്തു. ഈ കരുണ അയാൾ ഒരിക്കലും മറന്നില്ല. ഹരിശ്ചന്ദ്ര പിതാലെ. ബോംബെയിൽ ഹരിശ്ചന്ദ്ര പിതാലെ എന്നൊരു മാന്യനുണ്ടായിരുന്നു. അയാളുടെ മകൻ അപസ്മാര രോഗിയായിരുന്നു. പല ചികിത്സകളും നടത്തിയിട്ടും സുഖം കിട്ടിയില്ല. പിന്നെ സിദ്ധന്മാരെ സമീപിക്കൽ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ദാസ്ഗനു അക്കാലം തൻ്റെ കീർത്തനങ്ങളെ കൊണ്ട് ബാബയുടെ കീർത്തി ബോംബെയിൽ മുഴുവൻ എത്തിച്ചിരുന്നു. പിതാലെ ഈ വക കീർത്തനങ്ങളിൽ നിന്നും മറ്റു പലരിൽ നിന്നും ബാബ സ്പർശനത്താലും ദർശനത്താലും പല മാറാരോഗങ്ങളും മാറ്റിയിരുന്നതായും കേട്ടിരുന്നു. പിതാലെ കുടുംബസമേതം പല കാണിക്കകളും പഴങ്ങളും മറ്റുമായി ഷിർദിയിൽ വന്നു. അത് 1910 എന്നിട്ട് അയാൾ മസ്ജിദിൽ പോയി ബാബയെ നമസ്കരിച്ച് സുഖക്കേടായ മകനെ ബാബയുടെ കാൽക്കൽ വെച്ചു. ബാബയെ കണ്ട മാത്രയിൽ കുട്ടി കണ്ണ് വട്ടം ചുറ്റിച്ച് ബോധം കെട്ട് വീണു. വായിൽ നിന്ന് നുരയും പതയും വന്ന് ദേഹം മുഴുവൻ വിയർത്ത് മരണലക്ഷണം പോലെ
കാണിക്കാൻ തുടങ്ങി. ഇത് കണ്ട് അച്ഛനും അമ്മയും വല്ലാതെ പേടിച്ചു. അങ്ങനെ ഇളക്കമുണ്ടാവലുണ്ടെങ്കിലും ഇത്രയധികം നേരം അന്ന് ആദ്യമായിട്ടാണ് ഉണ്ടായത്. അമ്മ കരഞ്ഞു പറയാൻ തുടങ്ങി. കള്ളനെ പേടിച്ച് കയറിക്കൂടിയ പുര തലയ്ക്ക് വീണ പോലെയും പുലിയിൽ നിന്ന് രക്ഷപ്പെട്ട പശു അറവുകാരൻ്റെ കയ്യിൽ കുടുങ്ങിയ പോലെയും വെയിൽ കൊണ്ട് തളർന്ന യാത്രക്കാരൻ തണൽ നോക്കിയിരുന്ന വൃക്ഷം തലയ്ക്ക് വീണ പോലെയും അമ്പലത്തിൽ തൊഴാൻ പോയി കെട്ടിടം ദേഹത്തിൽ പൊളിഞ്ഞു വീണ പോലെയുമാണ് അവരുടെ സ്ഥിതി എന്നും മറ്റും പറഞ്ഞ് നിലവിളിച്ചു. ബാബ അവരെ സമാധാനിപ്പിച്ച്, ഇങ്ങനെ കരയണ്ട, ക്ഷമിച്ചിരിക്കൂ, സമാധാനിക്കൂ, കുട്ടിയെ താമസ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോയിക്കോളൂ, അരമണിക്കൂർ കൊണ്ട് സുഖമാവും എന്ന് പറഞ്ഞു. അവർ ബാബ പറഞ്ഞ പോലെ ചെയ്യുകയും കുട്ടിക്ക് സുഖമാവുകയും ചെയ്തു. പിതാലെ കുടുംബം ഇത് കണ്ട് സന്തുഷ്ടരാവുകയും അവരുടെ സംശയം തീരുകയും ചെയ്തു. പിന്നെ പിതാലെ ഭാര്യയെയും കൂട്ടി വന്ന് നമസ്കരിച്ച് മനസ്സിൽ ബാബയ്ക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാദം തലോടി ഇരുന്നു. ബാബ ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും സംശയങ്ങളും ഭയവും ശമിച്ചുവോ? ഹരി വിശ്വാസവും ക്ഷമയും ഉള്ളവനെയെ രക്ഷിക്കൂ. പിതാലെ ധനികനായിരുന്നു. അയാൾ വളരെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ബാബയ്ക്ക് വിശിഷ്ടങ്ങളായ പഴങ്ങളും വെറ്റില അടക്കുകയും കാണിക്ക വെക്കുകയും ചെയ്തു. അയാളുടെ ഭാര്യ ശുദ്ധഹൃദയയും സാത്വികയും ഭക്തയുമായിരുന്നു. അവർ തൂണിനടുത്തിരുന്ന് ബാബയെ വെറുതെ നോക്കിക്കൊണ്ട് കണ്ണീർ തൂകും. ബാബയ്ക്ക് അവരുടെ ഭക്തി കണ്ട് വളരെ ഇഷ്ടമായിരുന്നു. ദൈവവും സിദ്ധന്മാരും സർവാർപ്പണം ചെയ്ത ഭക്തന്മാരെ ഇഷ്ടപ്പെടുന്നു. കുറച്ചു ദിവസം ഷിർദിയിൽ കഴിഞ്ഞ് പിതാലെ കുടുംബം ബാബയോട് അനുവാദം ചോദിച്ച് പോകാനായി വന്നു. അവർക്ക് ഉധി കൊടുത്ത് ബാബ പിതാലയെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു, ബാപ്പു, നിനക്ക് മുമ്പ് ഞാൻ 2 ഉറുപ്പിക തന്നിട്ടുണ്ട്. ഇപ്പോൾ 3 ഉറുപ്പികയും കൂടി തരുന്നു. ഇത് പൂജാമുറിയിൽ വെച്ച് ആരാധിച്ചാലും. പിതാലെ ഇവ സ്വീകരിച്ച് അനുഗ്രഹത്തിന് അപേക്ഷിച്ച് നമസ്കരിച്ചു. അയാൾ ആദ്യമായി ശ്രുതിയിൽ വന്നതാകയാൽ എങ്ങനെയാണ് ആദ്യം 2 ഉറുപ്പിക തന്നതെന്ന് അയാൾ ആലോചിക്കാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കാൻ ആഗ്രഹം തോന്നി. എങ്കിലും ബാബ തുടർന്നൊന്നും പറഞ്ഞില്ല. ബോംബെയിലെത്തി അയാൾ വയസ്സായ അമ്മയോട് എല്ലാ വിവരവും പറഞ്ഞു. കൂട്ടത്തിൽ എങ്ങനെയാണ് 2 ഉറുപ്പിക മുമ്പ് തന്നതെന്നറിയില്ല എന്നും പറഞ്ഞു. അമ്മയ്ക്ക് ആദ്യം മനസ്സിലായില്ലെങ്കിലും നല്ലവണ്ണം ആലോചിച്ചപ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വന്നു. അവർ മകനോട് പറഞ്ഞു, നീ മകനുമായി സായിയെ കാണാൻ പോയ പോലെ നിന്റെ അച്ഛൻ നിന്നെയും കൂട്ടി വളരെ കൊല്ലം മുമ്പ് അക്കൽക്കോട്ട് മഹാരാജിനെ കാണാൻ പോയി. ആ മഹാരാജും ശരിക്കുള്ള ഒരു യോഗിയും സിദ്ധനും സർവജ്ഞാനിയുമായിരുന്നു. നിന്റെ അച്ഛൻ ഭക്തനും പരിശുദ്ധനുമായതിനാൽ അദ്ദേഹത്തിൻ്റെ ആരാധന മഹാരാജ് സ്വീകരിച്ചു. അദ്ദേഹം നിന്റെ അച്ഛന് 2 ഉറുപ്പിക പൂജാമുറിയിൽ വെച്ച് ആരാധിക്കാൻ കൊടുത്തു. നിന്റെ അച്ഛൻ മരണം വരെ അവ പൂജിച്ചു. പിന്നെ പൂജ മുടങ്ങി, ഉറുപ്പിക കാണാതെയുമായി. പിന്നെ അതിൻ്റെ ഓർമ്മ കൂടെ മാഞ്ഞുപോയി. നീ ഭാഗ്യവാനായതുകൊണ്ട് അക്കൽക്കോട്ട് മഹാരാജ് സായിബാബയുടെ രൂപത്തിൽ നിന്റെ കഷ്ടപ്പാട് തീർക്കാൻ കുടുംബത്തിലെ ആരാധന മുടങ്ങരുതെന്ന് പറഞ്ഞ് തന്നതാണ്. ഇനി സംശയിക്കണ്ട, എല്ലാ ഗർവവും കളഞ്ഞ് കുടുംബദേവന്മാരെയും ഉറുപ്പിയെയും മുടങ്ങാതെ ആരാധിക്കുക. ഋഷിമാരുടെ അനുഗ്രഹത്താൽ സന്തുഷ്ടരാവുക. സായി സമർത്ഥ് നിനക്ക് ഭക്തി ഉണ്ടാക്കി തന്നിരിക്കുന്നു. അത് വളർത്തിയെടുത്ത് നന്നായി തീരുക. അമ്മയുടെ വർത്തമാനം കേട്ട് പിതാലെ സന്തുഷ്ടനായി. അയാൾക്ക് ബാബയുടെ സർവാന്തര്യാമിത്വം ബോധ്യപ്പെടുകയും ദർശനം കൊണ്ടുള്ള നേട്ടം അനുഭവപ്പെടുകയും ചെയ്തു. അതിൽ പിന്നെ വളരെ ശ്രദ്ധിച്ച് അയാൾ പെരുമാറാൻ തുടങ്ങി. അംബേദ്കർ. പൂനെയിലെ ഗോപാൽ നാരായൺ അംബേദ്കർ ഒരു ബാബ ഭക്തനായിരുന്നു. അയാൾ അബ്കാരി ഡിപ്പാർട്ട്മെൻറ്റിൽ താനെയിലും ജവഹറിലും പണിയെടുത്ത് പെൻഷൻ പറ്റി. ഒരു ജോലിക്ക് വീണ്ടും ശ്രമിച്ചു, കിട്ടിയില്ല. മറ്റ് കഷ്ടപ്പാടുകൾ പലതും നേരിട്ടു. സ്ഥിതി വളരെ വളരെ മോശമായി. 7 കൊല്ലം ഇങ്ങനെ കഷ്ടപ്പെട്ടു. ഓരോ കൊല്ലവും ഷിർദിയിൽ വന്ന് ബാബയോട് കഷ്ടപ്പാടുകൾ പറയും. 1916 സ്ഥിതി വളരെ ശോചനീയമായതിനാൽ ഷിർദിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ ഭാര്യയെയും കൂട്ടിവന്ന് 2 മാസം ഷിർദിയിൽ താമസിച്ചു. ഒരു രാത്രി ദീക്ഷിത് വാടയ്ക്ക് മുന്നിൽ ഒരു കാളവണ്ടിയിലിരുന്ന് അന്ന് രാത്രി അടുത്തുള്ള കിണറ്റിൽ ചാടി മരിക്കാൻ ഉറപ്പിച്ചു. പക്ഷെ മറ്റൊന്നാണ് വിധിച്ചത്. അതിനടുത്ത് ഒരു ഹോട്ടലുണ്ട്. അവിടുന്ന് അതിൻ്റെ ഉടമ സഗൂൺ എന്നയാൾ അയാളെ വിളിച്ചു.
നിങ്ങൾ അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ജീവചരിത്രം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അംബേദ്കർ പുസ്തകം വാങ്ങി മറിച്ചു നോക്കി. കണ്ടതായ കഥ ഇപ്രകാരമായിരുന്നു. അക്കൽക്കോട്ട് മഹാരാജിൻ്റെ കാലത്ത് ഒരു ഭക്തന് മാറാവ്യാധി വന്നു. എന്ത് ചെയ്തിട്ടും സുഖമാവാതെ നിരാശനായി ജീവിതം അവസാനിപ്പിക്കാൻ അയാൾ കിണറ്റിൽ ചാടി. ഉടനെ മഹാരാജ് അവിടെ വന്ന് അയാളെ സ്വന്തം കൈകൊണ്ട് കരകയറ്റി ഇങ്ങനെ ഉപദേശിച്ചു: നിന്റെ കർമ്മഫലം നല്ലതായാലും ചീത്തയായാലും നീ അനുഭവിച്ചേ തീരൂ. അനുഭവം പൂർത്തിയായില്ലെങ്കിൽ ആത്മഹത്യ പരിഹാരമല്ല. മറ്റൊരു ജന്മമെടുത്ത് വീണ്ടും കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയൊരു ജന്മത്തിന് ഇടവരുത്താതെ എന്തുകൊണ്ട് കുറേ കൂടി അനുഭവിച്ച് കർമ്മഫലം ഈ ജന്മത്തിൽ തന്നെ തീർത്തുകൂടാ? അല്ലെങ്കിൽ പിന്നെ ആ ബുദ്ധിമുട്ട് സ്ഥിരമായി തീരില്ലേ? ഈ അവസരോചിതമായ കഥ വായിച്ച് അംബേദ്കർ വിസ്മയിച്ച് തളർന്നുപോയി. ബാബയുടെ സൂചന ഈ കഥയിൽ കൂടെ കിട്ടിയിരുന്നില്ലെങ്കിൽ അപ്പോഴേക്കും അയാൾ കഥ കഴിക്കുമായിരുന്നു. ബാബയുടെ സർവാന്തര്യാമിത്വം ബോധ്യമായി അയാളുടെ ഭക്തി ഉറച്ചു. അയാളുടെ അച്ഛൻ അക്കൽക്കോട്ട് മഹാരാജിൻ്റെ ഭക്തനായിരുന്നു. ബാബയ്ക്ക് അയാളെയും ആ വഴിക്ക് നയിക്കലായിരുന്നു ഉദ്ദേശം. അയാൾക്ക് പിന്നീട് ബാബയുടെ അനുഗ്രഹം സിദ്ധിച്ച് സ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി. അയാൾ ജ്യോതിഷം പഠിച്ച് അതുകൊണ്ട് കുറേ കഷ്ടപ്പാട് തീർന്നു. വേണ്ട പോലെ പണം കിട്ടിയതുകൊണ്ട് ബാക്കി ജീവിതം സുഖമായി കഴിച്ചു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.